ഇതാണ് നമ്മുടെ ഉമി ഇരിക്കുന്നത്. ഈ സ്ട്രക്ചർ നോക്കിയേ, ഈ ഓരോ ഉമിയും നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ നെല്ലിൻ്റെ ഉമിയിൽ നമുക്ക് സിലിക്ക കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇത് ഹൈ ടെമ്പറേച്ചർ പ്രഷറിൽ പ്രസ് ചെയ്യുമ്പം മാത്രം ഇത് ഗ്ലാസ് ആയി മാറുകയാണ്. ടോപ്പും ബോട്ടവും ഗ്ലാസ് ആയി മാറുകയാണ്. യെസ്, അതാണ് ഈ മിനിഷ് ഇത്രയും ഫിനിഷ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് ഓട്ടോമാറ്റിക് പിക്കിംഗ് ആണ്. കംപ്ലീറ്റ്ലി ഒരു ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് തൊടാൻ പറ്റത്തില്ല. ഏകദേശം 200 ഡിഗ്രി ചൂടാണ് ഈ സാധനം ഇപ്പോൾ വന്നത്. നമ്മൾ നിൽക്കുന്നത് കോയമ്പത്തൂരുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ നിൽക്കുന്നത്. ഞാൻ ഒരു വർഷം മുമ്പ് നിങ്ങളൊരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. തവിടിൽ നിന്ന് പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അത് ഞാൻ ചെയ്തത് അങ്കമാലി ഇൻഡസ്ട്രിയലാണ് ചെയ്തത്. പക്ഷേ ഇന്ന് ആ ഫാക്ടറി വർക്ക് ചെയ്യുന്നതേ ഇവിടെ കോയമ്പത്തൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഇന്ന് തവിടിൽ നിന്ന് ആ കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അത് കാണാൻ വന്നിരിക്കുന്നതേ ഇതാണ്. നമ്മൾ കാണാൻ വന്ന ആള് വിനയൻ ചേട്ടൻ. വിനയൻ ചേട്ടാ നമസ്കാരം. നമ്മൾ തമ്മിൽ കണ്ടത് അങ്ങ് അങ്കമാലി ഇൻഡസ്ട്രിയലില്ല. ചേട്ടൻ വളർന്ന് ഇന്ന് കോയമ്പത്തൂർ ഇൻഡസ്ട്രിയിൽ എത്തി. നമ്മൾ ഈ തവിടിൽ നിന്ന് മാറി വേറൊരു ഭയങ്കരമായ പ്ലേറ്റ് ഉണ്ടാക്കുന്ന പറയും സംഭവം എന്താണത്? നമ്മൾ തവിടിൽ നിന്ന് മാറി ഒരു പുതിയ ടെക്നോളജി പ്രകാരം നെല്ലിൻ്റെ ഉമി കൊണ്ടാണ് ഇപ്പോൾ പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ പ്ലേറ്റും അത് നമ്മൾ വ്യത്യാസം എന്താണ്? ഈ പ്ലേറ്റിന്റെ പ്രത്യേകത അന്ന് പറഞ്ഞ മാതിരി തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തിന്നാം, അല്ലെങ്കിൽ കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാം, കോഴിത്തീറ്റ വളമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, പുതിയ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഓക്കെ, വാവ്, ഇത് നോക്കിയേ, ഇത് നമ്മൾ ഡിഫറെന്റ് നോക്കിയേ. ഇതിന്റെ ഒരു ഫിനിഷിങ്ങും തമ്മിൽ ചിന്തിക്കാൻ പറ്റൂല. ഇത് നമ്മുടെ പാലക്കാടൻ മട്ട നെല്ലിൻ്റെ ഉമി കൊണ്ട് ഉണ്ടാക്കുന്ന പ്ലേറ്റ് ആണ്. പാലക്കാടൻ മട്ട തറപ്പിച്ചു പറയാൻ കാരണം എന്താ? എന്നാൽ മാത്രമേ ഈ ഒരു കളർ കിട്ടുള്ളൂ, ഈ ഒരു സ്ട്രക്ചർ കിട്ടുള്ളൂ. അതെ, ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് ഇന്ന് തൂഷന്റെ സ്ഥാനം അല്ലെ. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോകുന്ന എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി. അതെ, അങ്ങോട്ട് നോക്കി അറിയാൻ പറ്റും. അതിന്റെ പ്രൊഡക്ഷനിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഈ പറയുന്ന മെഷീൻ അല്ലേ. ഈ മെഷീന്റെ പ്രത്യേകത എന്താണ്? ഈ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് റോബോട്ടിക് പ്ലാന്റ് ആണ്. നേരത്തെ മാതിരി തന്നെ നമ്മളിനി കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഓപ്പറേഷനാണ്. നമ്മൾ മുകളിൽ നിന്ന് നേരെ നെല്ലിൻ്റെ ഉമി നേരെ ഇതിലേക്ക് വന്ന് വീഴുന്നു. കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ മോളിൽ നിന്ന് അല്ലേ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചല്ലേ? അതെ, ഇതാണ് സ്റ്റോർ ചെയ്ത് വെച്ച സാധനം. ഓക്കെ, നേരെ ഇത് താഴേക്ക് വീഴുന്നു. നേരെ ഈ 2 ബൗളിലേക്കാണ് ഇത് വീഴുന്നത്. ഓക്കെ ഓക്കെ, 2 ബൗളിലേക്ക് വീഴുന്നു. ഇത് എത്ര ഗ്രാം വേണം എന്നുള്ളത് നമ്മുടെ ഓരോ പ്ലേറ്റിനും ഡിഫറെന്റ് മെഷർമെന്റ് ആണ്. ഓക്കെ, ഇത് 10 ഇഞ്ചിന് വേറെ, 12 ഇഞ്ചിന് വേറെ, 6 ഇഞ്ചിന് വേറെ. ഓക്കെ, അപ്പൊ ആ മെഷർ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇത് നേരെ നിങ്ങൾക്ക് കാണാം വന്നോണ്ടിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇതുപോലെ ഇതിന്റെ അകത്ത് ഫിൽ ആകുന്ന പറഞ്ഞത്. രണ്ടിലും ഒരേപോലെയാണ് കുഞ്ഞു വന്ന് വീണോണ്ടിരിക്കുന്നത്. അത് ക്ലോസ് ആയി അതിന്റെ കറക്റ്റ് അതിൻ്റെ അകത്ത് കയറാനുള്ള അളവ് കയറി നേരെ അവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? അതെ, ഇവിടെ വന്നിട്ട് ഈ സാധനം അതിലോട്ട് വിടും അല്ലേ? ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് 4ലും വീണിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നേരെ അത് പ്രസ് ചെയ്യാണ്. ഇതാണ് നേരത്തെ വിനയൻ ചേട്ടൻ പറഞ്ഞത്. ഈ പ്രസ്സിംഗ് ആണ് ഏകദേശം 3 മുതൽ 4 മിനിറ്റ് എടുക്കും. 4 മിനിറ്റ് വരെ ഇങ്ങനെ വരെ. ഈ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണിത്? ഇത് നമ്മൾ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലാണ് ഇതിന്റെ മോയ്സ്ചർ വലിച്ചെടുക്കും. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത മോയ്സ്ചർ ഇവിടെ തിരിച്ചു വലിച്ചെടുത്തിട്ടാണ് അത് കറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്ലേറ്റിന്റെ ഫിനിഷിലേക്ക് എത്തുന്നത്. അതിന് ഒരു 3 മിനിറ്റോളം ഹോൾഡിംഗ് ടൈം ഉണ്ട്. ഈ സമയത്ത് ഇവിടെ വീണ്ടും റീഫിൽ അടക്കം ഓട്ടോമാറ്റിക് ആയിട്ടാണ്. ഓക്കെ, ഈ 3 മിനിറ്റ് കൊണ്ട് ഇവിടെ അടുത്ത സാധനം വരാനുള്ള റീസ്റ്റോർ ആവും. അതെ, ഇതാണ് ഇതിന്റെ പ്രോസസ് നടന്നിരിക്കുന്നത് അല്ലേ? ഇനിയിപ്പോ നമുക്ക് കാണാൻ പോകുന്നത് ഓട്ടോമാറ്റിക് പിക്കിംഗ് ആണ്. അതിങ്ങോട്ട് വരും അല്ലേ? അത് നേരെ ഇവിടെ വന്ന് കംപ്ലീറ്റ്ലി ഒരു ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് തൊടാൻ പറ്റത്തില്ല. ഏകദേശം 200 ഡിഗ്രി ചൂടാണ് ഈ സാധനം ഇപ്പൊ വന്നത്. ഇതങ്ങ് പോയി. അത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെയൊക്കെ വേസ്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രോസസ് നോക്കിക്കോളൂ. കംപ്ലീറ്റ് എയർ അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സാധനം വരുള്ളൂ. ആക്ച്വലി ഇപ്പൊ ഈ പമ്പിങ്, ആ എയർ പമ്പിങ് ആണ് ആദ്യം നടക്കുന്നത് അല്ലേ? പണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്കമാലി വരുമ്പോ നമ്മൾ ക്ലീൻ ചെയ്ത് വിടുകയായിരുന്നു. ആ ക്ലീനിങ് മാറി, അതും കൂടി ഇപ്പൊ മെഷീൻ ആയിപ്പോയി. എല്ലാം ഓട്ടോമാറ്റിക്. ഇവിടെ 12 ഇഞ്ചിന് നടക്കുമ്പോ നേരെ പുറകെ കാണാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 6 ഇഞ്ചിന്റെ അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ആ നിൽക്കുന്നതാണ് നമ്മുടെ വിനയൻ ചേട്ടന്റെ വൈഫ്. അതായത് എനിക്ക് തോന്നുന്നു കൂടുതൽ സമയം ഇവിടെ ചേച്ചിയാണോ അല്ലേ? കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കുന്ന ഒരു ചേച്ചി. ഫാക്ടറി മൊത്തം പുള്ളിക്കാരിയാണ്. ഫുൾ സംഭവം നോക്കുന്നത്. ഇതാണ് ഉമി, കണ്ടല്ല?
ഈ ഉമി കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഉമിയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞല്ലേ? അതെ, അതായത് നമ്മുടെ പാലക്കാടൻ മട്ട ആണ് ഈ സാധനം. അതിന്റെ ഉമിയാണ് ഈ കാണുന്നത്. എന്തുകൊണ്ട് നമ്മൾ പാലക്കാടൻ മട്ട എടുക്കുന്നത്? എന്തുകൊണ്ടാണ്? പാലക്കാടൻ മട്ടയുടെ പ്രത്യേകതയാണ് ഈ ചുവന്ന കളറിലുള്ള പ്ലേറ്റ് വരുന്നത്. റെഡ് കളർ, ഓൾമോസ്റ്റ് റെഡ് കളറിൽ വരും. ഇപ്പൊ നമ്മളിത് ആന്ധ്രയുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിന്റെ കളർ ഒരു മഞ്ഞ കളറായിരിക്കും. മഞ്ഞ കളറാവും. അപ്പൊ ഈ സ്ട്രക്ചർ അങ്ങ് പോകും, സ്ട്രക്ചർ മാറും. ഇതിന്റെ ചെറിയ പ്ലേറ്റ് ആണല്ലേ കാണുന്നത്. ഇത് നോക്കി എന്ത് ക്യൂട്ടാണോ നോക്കിയത്, എന്ത് രസാണ്. അതായത് ഇത് ഏറ്റവും കൂടുതൽ എന്തിനാണ് ഇത് ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? ഏറ്റവും കൂടുതൽ ഇത് നമ്മളിപ്പോ ഒരു 7 രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റി വിടുന്നുണ്ട് ചെറിയ രീതിയിൽ. ഇത് കൂടുതലും കാറ്ററിംഗ് ഇവന്റ്സ്, വെഡിങ്സ് ഉള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ് ഇത് കൊണ്ടുപോകുന്നത്. നമ്മൾ ഉപയോഗത്തിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ കാലിത്തീറ്റയായിട്ടോ കോഴിത്തീറ്റയായിട്ടോ വളമായിട്ടോ ഇത് ഉപയോഗിക്കാം. 30 ദിവസം കൊണ്ട് മണ്ണിലലിഞ്ഞു. 30 ദിവസം. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അവാർഡാണ് ഈ സൊമാറ്റോയുടെ അവാർഡ്. അല്ലേ? സൊമാറ്റോ ഇന്ത്യയിൽ നിന്ന് 4 സ്റ്റാർട്ടപ്പുകളെ തെരഞ്ഞെടുത്തു. അതിൽ ഒരെണ്ണം നമ്മളാണ്. ഇത് നമ്മൾ കിട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ ഫിക്കി നാഷണൽ അവാർഡാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് അതിന്റെ അവാർഡാണ്. ഇത് നമ്മുടെ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ അവാർഡാണ്. ഇത് നമ്മൾ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് വേൾഡ് ട്രാവൽ മാർട്ട് ലണ്ടനിൽ പോയതാണ്. ഇത് നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ അവാർഡാണ്. അങ്ങനെ അവാർഡ് പറയാനാണെങ്കിൽ ഈ 5 വർഷം കൊണ്ട് ഒരുവിധമുള്ള ഇന്ത്യയിലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റിന് അവാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മെയിൻ നിൽക്കുന്ന 4-5 കമ്പനികളിൽ ഒന്നാണ് നമ്മുടെ തൂഷൻ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഞങ്ങൾ പ്രകൃതിക്ക് വേണ്ടി പല പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രോഡക്റ്റുകളും ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ ഇല്ലാതെ ഇത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വിവിധ പ്രോഡക്റ്റുകൾ, പുതിയ പ്രോഡക്റ്റുകൾ വീണ്ടും വരുന്നുണ്ട്. എല്ലാം പ്ലാസ്റ്റിക്കിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ്സ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.